അപ്പോൾ നമ്മൾ ഇന്ന് 6th ഡേ ഓഫ് ഓണം സീരീസ് ആണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇതിങ്ങനെ കുറച്ച് ദിവസം കാണിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കിപ്പോൾ ഒരു സംശയം, ചേട്ടാ ഇന്നിനിപ്പോൾ എന്ത് കാണിക്കുന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ ഔട്ട്ഫിറ്റിനെ കുറിച്ച് ആലോചിച്ചപ്പോൾ എനിക്ക് സംശയം എന്താണെന്ന് വെച്ചാൽ, എപ്പോഴും തന്നെ നമ്മളിങ്ങനെ ഈ ക്രീം കളർ ഗോൾഡൻ കരയുള്ളത് ഇതൊക്കെ തന്നെ കഴിയാൻ പാടുള്ളൂ, നിർബന്ധമൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് നമ്മളിന്ന് വേറെ ഒരു ഔട്ട്ലുക്ക് മാറ്റി പിടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നമ്മുടെ പഴയ വലിയ പാവടയും ബ്ലൗസും ഒക്കെ അനുസ്മരിപ്പിക്കുന്ന ഒരു സ്കേർട്ടും ടോപ്പും, സിമ്പിൾ, അതാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. ഇതാണ് നമ്മുടെ ടോപ്പ്. ഇതെൻ്റെ പഴയൊരു ടോപ്പാണ്, കുറേ നാളായിട്ട് ഇത് എടുക്കാതെ വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ നമ്മൾ പെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഈ പീച്ച് കളർ സ്കേർട്ടും കൂടെയാണ് കേട്ടോ. ഇനി ആക്സസറീസ് നോക്കുകയാണെങ്കിൽ സിമ്പിളായിട്ടുള്ള 2 വളകളാണ്. ഇതിൽ റൂബി സ്റ്റോൺ, ഗ്രീൻ സ്റ്റോൺ, വൈറ്റ് സ്റ്റോൺ, ഈ 3 എണ്ണവും വരുന്നുണ്ട് കേട്ടോ. അപ്പം സിമ്പിളായിട്ടുള്ള ഈ 2 വളകളെ ഇടുന്നുള്ളൂ. പിന്നെ നമുക്ക് വേണ്ടത് ഈ 2 കമ്മലാണ്, ചെറിയ 2 ജുമുക്ക ആണിത്. ഈ ഡ്രസ്സിൻ്റെ നെക്ക് കുറച്ച് കയറി ഇരിക്കുന്നതുകൊണ്ട് തന്നെ വേറെ മാലയുടെ നമുക്ക് ആവശ്യമില്ല. പിന്നെ കമ്മൽ ഇത്തിരി ഹെവി ആണല്ലോ. അപ്പം നമുക്ക് പെയർ ചെയ്യാം. ഈ ഔട്ട്ലുക്കിൻ്റെ കൂടെ നമുക്കിന്ന് കൂട്ടുകറി ആയാലോ. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു പിടി കടല കുക്കറിൽ ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് വേവിച്ച് വെക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇതിന് ശേഷം നമ്മൾ വേറൊരു കുക്കറിലോ, അല്ലെങ്കിൽ ഈ കുക്കർ തന്നെ കഴുകിയിട്ടോ, നമുക്ക് ചേനയും വാഴക്കയും കൂടെ ഉപ്പും മഞ്ഞളും മുളക് പൊടിയും കൂടി ഇട്ട് വേവിക്കാം. ഇത് അവിടെ വേകുന്ന സമയത്ത് നമുക്കൊരു ജാറിൽ തേങ്ങ അരച്ചെടുക്കാം. തേങ്ങയും ജീരകവും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് അരച്ചിട്ട് വേണം ഇതിനകത്തോട്ട് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് അരച്ച് വെച്ചതിന് ശേഷം നമ്മളൊരു പാനിൽ എണ്ണ ചൂടാക്കി അല്പം കറിവേപ്പില ഇട്ടിട്ട് ഉഴുന്നും കൂടെ ഇട്ട് പൊട്ടിച്ചിട്ട് കുറച്ച് തേങ്ങ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നമ്മളിതിനകത്ത് നമ്മുടെ ഉണക്കമുളക് ഇടുന്നുണ്ട് കേട്ടോ, വറ്റൽമുളക്, അതും കൂടി ഇട്ടിട്ടാണ് തേങ്ങ ഇടുന്നത്. എന്നിട്ട് തേങ്ങ നല്ല പോലെ വഴറ്റിയെടുക്കുക. നല്ല ബ്രൗൺ കളർ ആകുന്നത് വരെ നമ്മൾ വഴറ്റുക. എന്നിട്ട് നമ്മൾ നമ്മുടെ വേവിച്ച കടലയും വാഴക്കയും ചേനയും കൂടെ ഒരുമിച്ചൊരു പാത്രത്തിലേക്ക് ആക്കുക. ഇതിലേക്കാണ് നമ്മളിനി അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങയുടെ കൂട്ട്, തേങ്ങയും ജീരകവും കൂടെ അരച്ച് വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ആഡ് ചെയ്യുന്നു. എന്നിട്ട് ഇത് നല്ലപോലെ മിക്സ് ആയിട്ട് വരട്ടെ. മിക്സ് ആയതിനു ശേഷം ഇത് അടുപ്പിൽ തന്നെ നിന്നൊന്ന് തിളയ്ക്കാനോ, നമ്മുടെ ആ അരപ്പൊന്ന് ചൂടാവാനൊരു ഗ്യാപ്പ് കൊടുക്കുക. അപ്പോൾ നമ്മൾ അപ്പുറത്ത് തേങ്ങ വറക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ തേങ്ങ വറുത്ത് നല്ല ബ്രൗണിഷ് കളർ ആയിട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇതിനകത്തോട്ടേക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് ആ അരച്ച് വെച്ച് നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന ആ മിക്സ് ഫുള്ള് നമ്മുടെ ഈ വറുത്ത തേങ്ങയുമായിട്ട് നമ്മൾ മിക്സ് ആക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇത് നല്ല പോലെ മിക്സ് ആക്കി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ കൂട്ടുകറി റെഡിയായി. ഇനി നമ്മൾ ഉപ്പുണ്ടോ മുളകുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കേണ്ട ആവശ്യമുള്ളൂ. ഇതിന് ശേഷം നമ്മൾ മേമ്പൊടിക്ക് വേണ്ടിയിട്ട്, അതായത് അതിൻ്റെ സ്വാദ് ഒന്നുകൂടി ഒന്ന് ഇരട്ടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അല്പം ശർക്കര പാനിയാക്കിയതും കൂടെ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ആഹാ, ഗംഭീരം പണി കഴിയും. കൂട്ടുകറി കൂട്ടുകാരി എൻ്റെ ഫേവറേറ്റ് ആണ്, നന്നായിട്ടുണ്ട്. ലാസ്റ്റ് ഒരു ശകലം ശർക്കര കൂടി ആഡ് ചെയ്തുകൊണ്ട് ചെറിയൊരു മധുരമുണ്ട്, നന്നായിട്ടുണ്ട്, നല്ല ടേസ്റ്റ്. അപ്പോൾ തീർച്ചയായിട്ടും കൂട്ടുകറി നിങ്ങളെല്ലാവരും ഓണത്തിന് വീട്ടിലുണ്ടാക്കി നോക്കൂ. നമ്മുടെ ഇന്നത്തെ ഔട്ട്ലുക്കിനെ കുറിച്ചും കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ഔട്ട്ലുക്കും ഡിഷുമായിട്ട് നാളെ വീണ്ടും കാണാം. ബൈ.